എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഒരു ചാമ്പക്ക പറിക്കാൻ പോവാണ്. അത് ഏതാ ഇനമൊന്നും അറിയില്ല. ഞാനത് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. 3 വർഷം മുമ്പ് എയർ ലെയർ ചെയ്തെടുത്ത ഒരു തൈ നഴ്സറിയിൽ നിന്നും വാങ്ങി വെച്ചതാണ്. 2 തവണ പോയിട്ടിരുന്നെങ്കിലും ഈ പ്രാവശ്യമാണ് കായ പിടിച്ചത്. ഈ പ്രാവശ്യം ഒരുപാട് പോയിട്ടിരുന്നു. പക്ഷേ 2 കായയാണ് ഉണ്ടായി കിട്ടിയത്. ഇപ്പോൾ 2 കായകളുടെയും ചിത്രങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ ഒരെണ്ണം പക്ഷികളോ മറ്റോ കൊണ്ടുപോയി. ഇപ്പോൾ ആകെ കിട്ടിയത് ഈ കായ മാത്രമാണ്. ഈ പഴം ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ വിണ്ട് കീറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കേടൊന്നും വന്നിട്ടില്ല. പഴങ്ങൾ കവറിട്ട് വയ്ക്കാൻ മറന്നു പോയതുകൊണ്ടാണ് മറ്റേ പഴം നഷ്ടമായത്. അത്യാവശ്യം നല്ല വലിപ്പമാണ് ഈ പഴങ്ങൾക്ക്. ഞാനിതൊന്ന് മുറിച്ച് നോക്കട്ടെ. വെള്ളം കയറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു മധുരം കുറവാണ്. ഈ പ്ലാന്റ് നട്ടിട്ട് 3 വർഷത്തോളം. ഇത് ഉള്ളിൽ കുരു ഇല്ലാത്ത ഇനം ചാമ്പയാണ്. വെള്ളം കയറി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല രസമാണ്. പിന്നെ ഇതിന് പനിനീരിൻ്റെ ഒരു ഫ്ലേവർ കൂടിയാണ്. ഈ പഴം വിണ്ട് കീറിയിട്ടുണ്ടെങ്കിലും അധികം വെള്ളം കുടിച്ചിട്ടില്ല. കൂടാതെ നല്ല ക്രിസ്പിയുമാണ്. എല്ലാവരും ഒരു തൈ വീട്ടിൽ വാങ്ങി നടുക. അടിവളമായി ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് ഞാൻ നൽകിയത്. പിന്നീടൊന്നും നൽകിയിട്ടില്ല. നമ്മുടെ തോട്ടത്തിൽ ഒരുപാട് പഴച്ചെടികൾ നട്ടിട്ടുണ്ട്. വരുന്ന ഓരോ അവസരങ്ങളിലായി നമുക്ക് ഓരോ പഴച്ചെടികളെയും പരിചയപ്പെടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതേ.